നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് മറവി എന്നൊരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നേരെ കഥയിലേക്ക് പോകാം. ഇത് ഒരു വെറും കഥയല്ല, ജീവിത യാഥാർത്ഥ്യമാണ്. മറവി കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ചില്ലറയല്ല എന്നതാണ് സത്യം. മാധവൻ നായർ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. ആദ്യകാലങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു നല്ല അധ്യാപകൻ. എല്ലാ കുട്ടികൾക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. കൃത്യമായി പഠിപ്പിക്കുകയും മറ്റുള്ളവരോട് സ്നേഹമായി പെരുമാറുകയും കോളേജിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന വ്യക്തി. കുറച്ച് നാളുകളായി അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഒരു പിന്നാക്കം നിൽക്കുന്നതായി തോന്നി. ഒരു ദിവസം ക്യാൻറ്റീനിൽ കൂട്ടുകാർക്കൊപ്പം ചായ കുടിച്ച് തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്യൂൺ വന്ന്, "സാർ, ക്ലാസ്സിൽ ചെല്ലാത്തത് എന്താണ്? കുട്ടികൾ ക്ലാസ്സിൽ ബഹളം വെക്കുന്നത് അടുത്ത ക്ലാസ്സുകളിൽ പ്രശ്നമായിട്ടിരിക്കുന്നു" എന്ന് പറഞ്ഞു. ഇത് കേട്ട് അത്ഭുതം കൂറിയ കണ്ണുകളുമായി, "എൻ്റെ ക്ലാസ്സാണോ?" എന്ന് അയാളോട് ചോദിച്ചു. പിന്നെ ധൃതിയിൽ അവിടെ നിന്ന് ചായ ഗ്ലാസും കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഓടി. പ്യൂൺ പിറകെ ഓടിച്ചെന്ന് ഗ്ലാസ് വാങ്ങി. അങ്ങനെ 10-20 മിനിറ്റ് താമസിച്ച് സാർ ക്ലാസ്സിൽ അന്ന് പോയി. ഈ രീതിയിൽ അതിന് ശേഷം പലവട്ടം സംഭവിച്ചപ്പോൾ പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലീവ് എഴുതി വാങ്ങുകയും താക്കീത് നൽകുകയും ഒക്കെ ചെയ്തു. മിക്ക ദിവസവും കാറിലാണ് അദ്ദേഹം കോളേജിൽ വരുന്നത്. ഒരു ദിവസം കോളേജിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ കാറ് പാർക്ക് ചെയ്ത് എന്തോ ഒരു സാധനം വാങ്ങാൻ കടയിൽ കയറി. പക്ഷേ സാധനവും വാങ്ങി അവിടെ നിന്ന് വീട്ടിലേക്കുള്ള ബസ്സിൽ കയറി. വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പ് എത്തിയത് അറിയാതെ കുറേ കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്റ്റോപ്പിൽ സാർ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ച് അദ്ദേഹം വീട്ടിലേക്കെത്തി. വൈകിട്ട് ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സാർ വീട്ടിലുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാർ ഷെഡിൽ കാറില്ലാത്ത കാര്യം സാറിൻ്റെ ഭാര്യയുടെ കണ്ണിൽ പെട്ടത്. കാർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സാറിന് ഉത്തരമില്ല. സംഭവിച്ചതൊന്നും ഓർമ്മയുമില്ല. കോളേജിൽ നിന്ന് കാർ എടുക്കാത്തതായിരിക്കും എന്ന് സമാധാനിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് കോളേജിലെത്തിയപ്പോഴാണ് പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയത്. എന്തു പറ്റിയതാണെന്ന് സാറിന് ഒരു പിടിയും കിട്ടുന്നില്ല. സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് തലേന്ന് കാർ കൊണ്ടുവന്നിരുന്നു എന്നത് ഓർത്തതുപോലും. പക്ഷേ സാധനം വാങ്ങാൻ പോയതോ വാങ്ങിയതോ ഒന്നും ഓർമ്മയില്ല. കാരണം വാങ്ങിയ സാധനം ബസ്സിലാണോ ഓട്ടോയിലാണോ മറന്നതെന്ന് ഇതുവരെയും പിടികിട്ടിയിട്ടുമില്ല. ഒടുവിൽ പോലീസിൽ പരാതി കൊടുത്തു. ഭാഗ്യത്തിന് സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അയാളുടെ വീട്ടിൽ പോകുന്ന വഴിയിൽ സാറിൻ്റെ കാർ കണ്ട കാര്യം വന്നു പറഞ്ഞു. അങ്ങനെ കാർ കണ്ടെത്തി. എങ്കിലും ഇന്നും അന്ന് വാങ്ങിയ ആ സാധനം എന്താണെന്നോ അത് ബസ്സിലാണോ ഓട്ടോയിലാണോ മറന്നതെന്നോ സാറിന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. എങ്ങനെയുണ്ട് ഈ കഥ? ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.